ഹലോ ഗായ്സ്, ക്രൈസി ടോക്സ് വിത്ത് മീ തഞ്ചാവൂർ ട്രിപ്പ് പാർട്ട് 1ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി റീൽസുകൾ കണ്ട് സഹിക്കാനാവാതെ പെട്ടെന്നെടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്ത് തഞ്ചാവൂരിലേക്ക് പോകുന്ന എൻ്റയർ വീഡിയോയുടെ ഒരു ഭാഗം മാത്രമാണ് ഈ വീഡിയോ മൊത്തം. സ്കിപ്പ് ചെയ്യാതെ എൻജോയ് ചെയ്ത് എൻ്റർടൈൻ ചെയ്ത് മൊത്തമായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള ട്രെയിൻ കയറിയിരിക്കുകയാണ്. കോയമ്പത്തൂർ എത്തിയിട്ടുള്ള ചെറിയ വിശേഷങ്ങളാണിത്. നമുക്കുള്ള ഡിന്നറൊക്കെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് നമുക്ക് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 12:30 അതുവരെ ഞങ്ങൾ ജസ്റ്റ് കോയമ്പത്തൂർ ടൗണിലൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു, കുറച്ച് ഫുഡൊക്കെ മേടിച്ച് കഴിച്ചു, ലൈറ്റ് ഫുഡ്സൊക്കെ ഒന്ന് മേടിച്ച് കഴിച്ചു. കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാണ് നമ്മൾ ഡിന്നർ കഴിച്ചത് കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങൾ പുറകെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. ഞങ്ങളെല്ലാ ഭക്ഷണം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇഡലിയും ചപ്പാത്തിയും പ്രശാന്ത് ഉണ്ടാക്കി, ചമ്മന്തിയും ചപ്പാത്തിക്കുള്ള ഉള്ളി മസാലക്കറി ഞാൻ ഉണ്ടാക്കി, ചട്നി അശ്വിൻ ഉണ്ടാക്കി. അതൊക്കെ എങ്ങനെ ഉണ്ടാവും, നമ്മുടെ വയറിന്റെ അവസ്ഥ എന്താണെന്ന് പ്രശാന്തിന്റെ അച്ഛനല്ലോ നല്ല വാഴയിലും ഇഡ്ഡലി പൊതി. ഇതാണ് അച്ഛൻ ഉണ്ടാക്കിയിട്ട് ചട്നി. എൻ്റെ മറ്റേ കറികൾ എടുക്കുക രണ്ടെണ്ണം. ചിക്കൻ ചില്ലിയിൽ 4 ചിക്കൻ 65 ഫ്രൈ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 100 രൂപ ഓർഡർ. ഇത് രണ്ടും ഞാൻ ഉണ്ടായിട്ടുണ്ടെന്ന കറിയാണ്. എന്തെങ്കിലുമൊക്കെ നോയ്സ് ഉണ്ടെങ്കിൽ ഭക്തജനങ്ങൾ പ്രത്യേകിച്ച് എന്താ പറയാ, ക്ഷമിക്കുക. തുറക്ക് ബ്രഷ് ഞാൻ തിരിച്ച് തുറക്കേണ്ടതാണ്. ബ്രഷ് ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറയേണ്ടതാണ് കേട്ടോ. ഒരു സ്പൂൺ എടുക്കില്ല. എൻ്റെ ആ ബാഗിലുണ്ടോ സ്പൂൺ? മണത്ത് നോക്ക്. നല്ല ഇഞ്ചിടമാണ്. ചമ്മന്തിയുടെ ടേസ്റ്റ് ചെയ്യുക. കറിയോ? അത് വറമുളക് ഇട്ട് അരച്ചത്. കറി ഒന്ന് ഇളക്ക്. തിക്കാക്കിയതാണ് അത്. എനിക്ക് ബാഗിൽ പോകുമെന്ന് അറിയില്ലല്ലോ. അത് കുറച്ച് എരിവ് ഉണ്ടാവട്ടെ. ഞാൻ ഉണ്ടാക്കിയ കുറച്ച് എരിവ് കൂടുതലായിരിക്കും. ചപ്പാത്തി നല്ലതായിരിക്കും അല്ലേ? അശ്വൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും ഇത്രയും കറി. ഇഞ്ചി കുറച്ച് അധികം ഉണ്ടായിരുന്നു, കേട് വരാറായി. ഇടിക്ക് നില അല്ല ഏട്ടാ, നില വിളിക്കണ്ട. ചമ്മന്തിയാണ് കേട്ടത്. അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് കാണാം. നമ്മൾ കടയിൽ നിന്നൊക്കെ 100 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ബിരിയാണി കിട്ടും. പക്ഷെ നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വന്നല്ലേ. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വരുമ്പോൾ ആ ഒരു സ്നേഹത്തിന്റെ ടേസ്റ്റും കൂടെ. അതെ, നല്ല ടേസ്റ്റ് ഉണ്ട്. സ്നേഹത്തിന് കുറച്ച് ഉപ്പ് പുളിയൊക്കെ കുറച്ച് കൂടുതൽ. നല്ല എരിവ് കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇപ്പോൾ സമയം 10:30. നമുക്ക് 12 വരെ സമയമുണ്ട്. അപ്പോൾ നമുക്ക് നിലവിലെ ബിഗ് ബോസ് സീസൺ 7 കുറിച്ച് ഒരു ബിഗ് ബോസ് അപ്ഡേറ്റ് ഒഫീഷ്യൽ പേജിന് ഉടമയായ പ്രശാന്തിനോട് ചോദിക്കും. ബിഗ് ബോസ് വലിയ രസം. ബിഗ് ബോസിലെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ? ഈ വീക്ക് പുറത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന 3 പേരുകൾ. ഈ വീക്ക് 2 പേര് ഓൾറെഡി ഇനി പുറത്ത് പോകാൻ ഞാൻ ഭയങ്കര ആഗ്രഹിക്കുന്ന അശ്വിനോട് ചോദിക്കാം. അശ്വിൻ, ബിഗ് ബോസ് സീസൺ 7 ഈ വീക്ക് പുറത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന 3 പേർ. ഞാൻ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കണ്ടന്റ് കൊടുക്കണം. അവിടെ ആക്ച്വലി ഒരു ബിഗ് ബോസ് മെറ്റീരിയലിൽ ഒരു കണ്ടന്റ് കൊടുക്കുന്നില്ല. അവിടെ ചുമ്മാ ഇരിക്കുക. ആകെ വന്നിട്ടുള്ള 2-3 കണ്ടന്റ് വന്ന് അവൻ അവിടെ ഇരിക്കുമ്പോൾ ഇനിയും ഫീഡ്ബാക്കി പോയിരിക്കും. അവൻ 2-3 കണ്ടന്റ് വിഷയം പ്രത്യേകിച്ച് ഒന്നും കൊടുത്തു. അവിടെ പിന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ ഇതുവരെ ആയിട്ട് ഫേവറേറ്റ് ഈ ഒരു എത്രാം ആഴ്ച 60 ദിവസമൊക്കെ ആയ അവസ്ഥയിൽ ടിക്കറ്റ് ഫിനാലിൽ എത്താൻ യോഗ്യതയുള്ള ഒരാൾ. ടിക്കറ്റ് ഫിനാലിസ് ടാസ്ക്. നെവിൻ ആദ്യം ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പോൾ നെവിൻ ഭയങ്കര ആ ഒരു ഷാനവാസിന്റെ ഇഷ്യൂ വന്ന ശേഷം ഭയങ്കര ഡൗൺ ആയിട്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഗെയിം
ജില്ലയിൽ 2 പക്ഷം നാട്ടിൽ 2 പക്ഷം നമുക്ക് ഒരു പക്ഷം നമ്മൾ എവിടേക്കാണ് യാത്ര പോകുന്നത് എന്നതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. നമുക്ക് അതിന്റെ വിശദ വിവരങ്ങൾ പ്രശാന്തിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാം. നമ്മൾ പോകുന്നത് തഞ്ചാവൂരിലേക്കാണ്. പ്രത്യേകിച്ച് റീൽസൊക്കെ കണ്ട് ആ ഒരു തഞ്ചാവൂർ നമ്മൾ ഡയറക്റ്റ് ട്രെയിൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ കണക്ഷൻ ട്രെയിൻ എടുക്കുന്നത്. ഇവിടുന്ന് ആദ്യം പാലക്കാട് ടു കോയമ്പത്തൂർ കേരള എക്സ്പ്രസ്സിലാണ്. ടിക്കറ്റ് പ്രൈസ് ഒക്കെ ആദ്യം നമ്മൾ പാലക്കാട് ജംഗ്ഷൻ ലോക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കോയമ്പത്തൂർ വരെയുള്ള ട്രെയിൻ കേരള എക്സ്പ്രസ്സിൽ വന്ന് 7:15 പാലക്കാട് നിന്ന് എടുക്കും. 50 രൂപ ആയിരുന്നു ടിക്കറ്റ് ഫെയർ. ജനറൽ ടിക്കറ്റ് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത്യാവശ്യത്തിന് എല്ലാവർക്കും ഇരുന്ന് പോകാനുള്ള സീറ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ 8:45 8:50 എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയി. പിന്നെ ട്രെയിൻ 12:30 110 രൂപയാണ് ടിക്കറ്റ് ഫെയർ. ചെമ്പൂഴി എക്സ്പ്രസ് ഇവിടെ കോയമ്പത്തൂർ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു സീറ്റ് കിട്ടുമെന്ന് വിചാരിക്കും. ഞങ്ങൾക്ക് ഞായറാഴ്ച പ്രശാന്തിന് തിരിച്ച് തിരുവനന്തപുരത്ത് പോകേണ്ടതുള്ളത് കൊണ്ടും ഞായറാഴ്ച എനിക്കും കുറച്ചധികം കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ടും നമ്മൾ തിരിച്ചു വരുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്തു. പക്ഷേ സ്ലീപ്പർ കിട്ടിയില്ല. RAC അത് നമുക്ക് ഒരാൾക്ക് 205 രൂപ. പക്ഷെ നേരത്തെ ബുക്ക് ചെയ്യണമെങ്കിൽ 205 രൂപ സ്ലീപ്പറാണ് ഒരാൾക്ക് റേറ്റ്. നമുക്ക് പക്ഷേ 200 രൂപ RAC എന്നുള്ള രീതിക്കാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അതിന്റെ ബാക്കിയൊന്നും നമുക്ക് അറിയില്ല. പക്ഷേ ആക്ച്വലി എൻ്റെ ഒരു കൊളീഗിൻ്റെ അടുത്ത് നമ്മൾ കുറച്ച് ഡെസ്റ്റിനേഷൻസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് നമുക്ക് അവിടെയൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ വിശദമായ വിവരങ്ങൾ